ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, ബെനഡിക്ട് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ 110-ാം ദിനം രാത്രിയിൽ മക്കളെ ദൈവസന്നിധിയിൽ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ പേര് പറഞ്ഞ് തലയിൽ കൈവച്ചോ ഇല്ലെങ്കിൽ അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ വിഷമസന്ധികളിൽ ആശ്വാസമാകുന്ന കർത്താവിന് പ്രത്യേകം നമുക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ ഒരുക്കുന്നതിനെ ഓർത്ത് മക്കളെ, മാതാപിതാക്കളെ ഹൃദയങ്ങളെ ചേർക്കുന്നതിന് കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ വ്യക്തിത്വ വികാസനത്തെ, അവരുടെ വളർച്ചയെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. മറ്റുള്ളവരുടെ ഇടപഴകുവാനുള്ള മക്കളുടെ ബുദ്ധിമുട്ടുകൾ, സംസാരിക്കുമ്പോഴോ വേണ്ടവിധം ബഹുമാനം കൊടുക്കാൻ പറ്റാതെ കൂടപ്പിറപ്പുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പെരുമാറ്റ വൈകല്യങ്ങളുണ്ടെങ്കിൽ, സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ, മക്കളുടെ ജീവിതത്തിലെ അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന അവരുടെ സംസാര ശൈലികൾ, ഈ പുതുതലമുറയിൽ ഉണ്ടാകുന്ന എല്ലാ സ്വഭാവ ദൂഷ്യങ്ങൾ, സംസാര വൈകല്യങ്ങൾ, സംസാര ദൂഷ്യങ്ങൾ, മാതാപിതാക്കളോടും ബഹുമാനം കൊടുക്കേണ്ട വ്യക്തികളോടും അവർക്ക് ബഹുമാനമില്ലാതെ മറ്റുള്ളവർക്ക് വില കൽപ്പിക്കാതെയുള്ള സ്വാർത്ഥ മനോഭാവം, ഇതൊക്കെ മാറിപ്പോകുവാനും, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ പഠന വൈകല്യം, ജോലിമേഖല തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഡിസേബിലിറ്റി മക്കൾക്കുണ്ടെങ്കിൽ, വൈകല്യങ്ങളുണ്ടെങ്കിൽ, ശാരീരിക മാനസിക തലങ്ങളിലെ മക്കളുടെ ബുദ്ധിമുട്ടുകൾ, ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടിസം തുടങ്ങിയ മേഖലകളിലൂടെ കടന്നു പോകുന്ന മക്കളെയും, ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന മക്കളെ, റിഹാബിലേഷൻ സെൻ്ററിലായിരിക്കുന്ന മക്കളെ, ഇനി മക്കൾ വഴിതെറ്റിപ്പോയി ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിൽ വന്ന് മയക്കുമരുന്നിൻ്റെയോ മദ്യത്തിൻ്റെയോ മേഖലയിലൂടെ ഡി അഡിക്ഷൻ സെൻ്ററിലുണ്ടെങ്കിൽ അവരെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് മക്കളിൽ നിറയട്ടെ, പുതിയ വ്യക്തികളായി മാറുവാൻ. ഈ രാത്രി വരെ മക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ ന്യൂനതകളുണ്ടോ, അവരുടെ അവസ്ഥ എന്താണോ അതിൽ നിന്ന് മാറ്റും. ഈ രാത്രിയിൽ തന്നെ കർത്താവ് ആ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുവാനും അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുവാനും, എല്ലാ അടിമത്തം, അവരുടെ ജീവിതത്തിലെ ന്യൂനതകളുടെ ചങ്ങല പൊട്ടി, ഈ രാത്രി തന്നെ പൊട്ടി, മക്കൾ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനും അനുഗ്രഹത്തിൻ്റെ മക്കളാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഏശയ്യാ 62:2 കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ വ്യക്തിത്വത്തെയോ അവരുടെ സ്വഭാവ രൂപീകരണത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ. എല്ലാ പാരമ്പര്യ ദോഷങ്ങൾ, പ്രവൃത്തി ദോഷങ്ങൾ, അതുവഴിയായി മക്കളിലേക്ക് വന്നിരിക്കുന്ന എല്ലാ തിന്മകൾ, ഈശോയെ, മാതാപിതാക്കളായി ഞങ്ങളിൽ നിന്നോ ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ തിന്മകളും ഈശോയെ അവിടുന്ന് മാറ്റി കൊടുക്കണമേ. മക്കളായിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ മാനസിക തലങ്ങളെ സമർപ്പിക്കുന്നു. ഓട്ടിസത്തിലും ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള മക്കളെ സമർപ്പിക്കുന്നു. റിഹാബിലേഷൻ സെൻ്ററിലും ഡി അഡിക്ഷൻ സെൻ്ററിലും ആയിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ പുതിയ ജീവിതത്തിനുടമകളായി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.